ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റിത പ്രിപ്പയർ ചെയ്തിരുന്നു ബോർഡ് എക്സാമിന് നോട്ടൊക്കെ വായിച്ചിരുന്നു. കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആവും. അതിൽ കുറച്ചും കൂടി ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ എക്സാമിന് ഡയറക്റ്റ് നോട്ടിൽ നിന്ന് ഫുൾ ഡയറക്റ്റ്. അത് സ്കോർ ചെയ്യാൻ കോൺഫിഡന്റ് ആണ്. ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റിത കഴിഞ്ഞ വർഷം യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടില് +2 S10 ബാച്ചില് സ്കൂൾ ഗോയിങ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ബാച്ചില് ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ്. കഴിഞ്ഞ ദിവസം +2 റിസൾട്ട് വന്നപ്പോൾ 1200-ൽ 1199, ജസ്റ്റ് ഒരു മാർക്ക് മാത്രം മിസ് ചെയ്ത് വളരെ നല്ല സ്കോർ കരസ്ഥമാക്കിയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ നമ്മുടെ കൂടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ, റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കാം. സോ വെരി വാം വെൽക്കം. റിത ഇവിടെ ഏത് ബാച്ചിലാണ് ഉണ്ടായിരുന്നത്? +1 ഉണ്ടായിരുന്നു. അവിടെ +1 ഉണ്ടായില്ല, +2 മാത്രമാണ് ഇവിടെ വന്നത്. ഓക്കെ, ബോർഡ് എക്സാമിന് നല്ല സ്കോറാണ് വന്നുള്ളത്. റിത ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? പരപ്പനങ്ങാടി സൂപ്പിക്കുട്ടി നഹ മെമ്മോറിയൽ അല്ലെ, ആ സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റിയില് +2 S10 ബാച്ചിൽ ഉണ്ടായിരുന്ന സ്റ്റുഡന്റ് ആണ്. ബോർഡ് എക്സാം കഴിഞ്ഞ സമയത്ത് തന്നെ +1 എത്ര മാർക്ക് സ്കോർ ചെയ്തത്? 520 ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു മാർക്ക് മാത്രമാണ് മിസ് ചെയ്തിട്ടുള്ളത്. അത് മിസ് ചെയ്തിട്ടുള്ള സയൻസ് സബ്ജക്റ്റിലല്ല, ലാംഗ്വേജിലാണ്. അപ്പോൾ വളരെ നല്ല സ്കോർ ആണ്. അതിന്റെ കൂടെ തന്നെ നീറ്റ് എക്സാം എഴുതി. എത്ര സ്കോർ വന്നിട്ടുണ്ട് നീറ്റ് എക്സാമിന്? 500 എബോവ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സ്കോർ വന്നിട്ടുണ്ട്. ബോർഡ് എക്സാമിന് ഇത്ര നല്ലൊരു സ്കോർ വരാന് ഏതൊക്കെ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? ബോർഡ് എക്സാമിന് നോട്ടൊക്കെ വായിച്ചിരുന്നു. എക്സാമിന്റെ അപ്പോ സ്റ്റഡി ലീവ് ഒക്കെ നല്ലോണം കിട്ടിയോണ്ട് ഫുൾ കാര്യങ്ങളും വായിച്ച് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് HSC-ലൊക്കെ ഉള്ള HSS ലൈവിൽ വരുന്ന പ്രീവിയസ് ഇയർ ഒരു എത്ര വർഷത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും? അതിലൊരു PDF ഉണ്ട്. എത്ര വർഷത്തെ ആക്ച്വലി? അതറിയൂല, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്, കുറെ പേജസ് ഉണ്ട്. മുഴുവൻ ചെയ്തു, മുഴുവൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട്. ഫിസിക്സ് ഒക്കെ ഫുൾ ചെയ്തു. അപ്പൊ അതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. അതിൽ കുറച്ചും കൂടി ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ എക്സാമിന് ഡയറക്റ്റ് നോട്ടിൽ നിന്ന് ഫുൾ ഡയറക്റ്റ്. NCERT ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കലുണ്ടായിരുന്നോ? കുറവാ. കെമിസ്ട്രിക്ക്, ഓർഗാനിക്, പിന്നെ ബയോളജിക്ക് ഉപയോഗിക്കും. ഫിസിക്സിന് ടെക്സ്റ്റ് ബുക്ക് നോക്കാറില്ല. ഓക്കെ, ഫിസിക്സിന് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരുന്നെങ്കിൽ നീറ്റിന് കുറച്ചും കൂടെ സ്കോർ ചെയ്തുകൂടായിരുന്നോ എന്ന് എപ്പോ തോന്നി? നീറ്റിന് കുറച്ചുകൂടി സിമ്പിൾ, ടെക്സ്റ്റ് ബുക്കിന് കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ്. ആക്ച്വലി അത് ട്രൂ ആണ്. അതായത് പറഞ്ഞു വരുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള അത്ര ലെവൽ പോലും നീറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. NCERT-ന്റെ പുറകിലുള്ള പല ക്വസ്റ്റ്യൻസും അത്യാവശ്യം നല്ല ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഫിസിക്സ് ആ സൈഡിലേക്ക് പോവാത്തത്. പക്ഷെ ഫിസിക്സിലുള്ള മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യാന്നുള്ളത് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നും വരാം, ഏത് കൺസെപ്റ്റുകളെ, ടെക്സ്റ്റ് ബുക്കിലുള്ള ഏത് കൺസെപ്റ്റുകളെ ബന്ധപ്പെടുത്തിയിട്ടും ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു ബോർഡ് എക്സാം പ്രിപ്പറേഷനിൽ യൂണിവേഴ്സലിലെ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? യൂണിവേഴ്സൽ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം ഡീറ്റെയിൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടാണ്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ എടുക്കും. അപ്പോൾ കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ അത് ബോർഡ് എക്സാമിൽ നല്ല യൂസ്ഫുൾ ആയി, നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പ്ലാൻ എന്താണ്? നീറ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത് ഉറപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു കോളേജിൽ കയറണം. എത്ര സ്കോർ ചെയ്യേണ്ടി വരും അടുത്ത പ്രാവശ്യം? പ്രാവശ്യത്തെ കട്ട് ഓഫ് മാർക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നത് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലൊരു സ്കോർ വേണ്ടി വരും. 650 എബോവ് എന്തായാലും അടുത്ത വർഷം വേണ്ടി വരും എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ അത് സ്കോർ ചെയ്യാൻ കോൺഫിഡന്റ് ആണ്. എന്തായാലും ചെയ്യേണ്ടത്? അത് NCERT വായിക്കണം, പിന്നെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. മോക്ക് ടെസ്റ്റ് പ്രാവശ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഉപകാരപ്പെട്ടോ? ആക്ച്വലി ഓക്കെ, ഏതൊരു ലെവലിലേക്കാണ് മോക്ക് ടെസ്റ്റിലെ മാർക്കുകളൊക്കെ വരാറുണ്ടായിരുന്നത്? ആദ്യം ഭയങ്കര കുറവായിരുന്നു. ലാസ്റ്റൊക്കെ എത്തിയപ്പോ പിന്നെ നന്നായി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതായത് അതൊരു ഫസ്റ്റ് ചാൻസ് +2ന്റെ കൂടെ ചെയ്യുന്നവര് യൂഷ്വലി ഒരു +1 ഒന്നും എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ചെയ്യാതെ അതിനുശേഷം +2 വന്ന് നമ്മൾ കുറെ കൂടെ ഒക്കെ കാര്യങ്ങൾ പഠിച്ചെങ്കിലും എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ എക്സാമിൽ മാർക്ക് വരും, നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, ആ സമയത്ത് പ്രോബ്ലം ചെയ്ത് എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളെ പറ്റിക്കപ്പെട്ട് നമ്മൾ ആൻസർ തെറ്റും, ആ തെറ്റിയ ആൻസർ ഓപ്ഷനിൽ ഉണ്ടാവും ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവുക. അതിന്റെ ഒരു നാക്ക് മനസ്സിലായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പിന്നെ വളരെ പെട്ടെന്ന് എന്ന് വെച്ചാൽ അവസാനത്തേക്ക് വളരെ പെട്ടെന്നാണ് ആക്ച്വലി നമുക്ക് മാർക്ക് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും 11th-ലും
12th പഠിക്കുന്ന സമയത്ത് അധികം മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എക്സാമുകളിൽ വരുന്നില്ല എങ്കിൽ അതിനെപ്പറ്റി ആക്ച്വലി ബോധേഡ് ആവേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ നന്നായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം ആകുമ്പോഴാണ് നിങ്ങൾ ആ ഒരു എൻട്രൻസ് എക്സാമിൽ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാമിൽ സ്കോറിംഗ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായി തുടങ്ങുക. അതിനനുസരിച്ച് വളരെ പെട്ടെന്ന് നിങ്ങൾ അതുവരെ പഠിച്ചതിനൊക്കെ ഉള്ള എഫക്ട് ആ ഫൈനൽ എക്സാമിന്റെ മാർക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അടുത്ത വർഷം നീറ്റ് നല്ല ഇതേപോലത്തെ വെരി ഹൈ നല്ലൊരു സ്കോറിൽ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.